സ്വാഗതം ടോപ് 10ലേക്ക്. അപ്രിയ സത്യങ്ങൾ പലപ്പോഴും ആത്മഹത്യാപരമാണ്. ഗത്യന്തരമില്ലാതെ നടത്തിയ പ്രൊഫഷണൽ സൂയിസൈഡാണ് തന്റെ വെളിപ്പെടുത്തലെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നുപറച്ചിൽ കുത്തുവാക്കുകൾ അസഹ്യമായപ്പോൾ ഉണ്ടായതാണെന്നറിയാം. ഡോക്ടറുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിനടിക്കാൻ കിട്ടിയ വടിയായിപ്പോയി എന്നാണ് സർക്കാരും പാർട്ടിയും പറയുന്നത്. സർക്കാർ പറയും പോലെ കിട്ടിയ അവസരം പ്രതിപക്ഷവും ആഘോഷമാക്കുന്നുണ്ട്. കാര്യമെന്തായാലും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന പാവപ്പെട്ടവർക്കൊപ്പം നിന്നതിന്, അവർക്കായി സംസാരിച്ചതിന് അവരെന്നും ഡോക്ടറോട് കടപ്പെട്ടിരിക്കും. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് വൈസ് ചാൻസലർ. ഗവർണറോട് അനാദരവ് കാണിച്ചുവെന്ന് കണ്ടെത്തൽ നിയമപരമായി നേരിടുമെന്ന രജിസ്ട്രാറും സർക്കാരും. രജിസ്ട്രാർക്കെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് ഇടത് യുവജന സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ തള്ളി CPM-ഉം മന്ത്രിമാരും. പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്ന പരാമർശമെന്ന MV ഗോവിന്ദൻ. ഡോക്ടറെ പിന്തുണച്ചു CPI. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഭീഷണിയുടെ സ്വരമെന്ന VD സതീശൻ. ഗത്യന്തരമില്ലാതെ നടത്തിയ പ്രൊഫഷണൽ സൂയിസൈഡാണ് വെളിപ്പെടുത്തലെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ ഹൈക്കോടതി. ശനിയാഴ്ച ചിത്രം കണ്ടതിനു ശേഷം ബുധനാഴ്ച കേസ് പരിഗണിക്കും. നടപടി നിർമ്മാതാക്കൾ നൽകിയ ഹർജി. കോടതിയുടെ നീക്കത്തിൽ പ്രതീക്ഷയെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ. വിസ്മയ കേസിൽ പ്രതി കിരൺ കുമാറിന് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. ഹൈക്കോടതി വിധി വരുന്നതുവരെ ശിക്ഷാവിധി മരവിപ്പിച്ചു. നിയമപരമായി നേരിടാൻ വിസ്മയയുടെ കുടുംബം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് ഘാനയിൽ തുടക്കം. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത് 30 വർഷങ്ങൾക്ക് ശേഷം. ഊർജ്ജ പ്രതിരോധ മേഖലകളിലെ സഹകരണത്തിൽ ചർച്ച. 8 ദിവസത്തെ പര്യടനത്തിൽ 5 രാജ്യങ്ങൾ സന്ദർശിക്കും. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിച്ച് ഇറാൻ. അമേരിക്കൻ ആക്രമണത്തിൽ ഫോർഡോ ആണവ നിലയത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി. തകർച്ചയുടെ കണക്കെടുപ്പ് നടക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഗാസയിൽ വെടിനിർത്തലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി. പെരുമ്പുഴ പാതയോരത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് നാട്ടുകാർ. മാലിന്യം തള്ളാൻ എത്തിയ ടാങ്കർ ലോറി പിടികൂടി പോലീസിനെ ഏൽപ്പിച്ച് പ്രദേശവാസികൾ. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ പൊരുതുന്നു. 5 വിക്കറ്റ് നഷ്ടമായി. ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം. നിതീഷ് കുമാർ, വാഷിംഗ്ടൺ സുന്ദർ, ആകാശ് ദീപ് എന്നിവർ ടീമിൽ. വിവേകാനന്ദ അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിക്ക് സമ്മാനിച്ചു. പുരസ്കാര നേട്ടം രാജ്യാന്തര തലത്തിലെ അമ്മയുടെ പൊതുജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക്. സ്റ്റോറി ഓഫ് ദി ഡേ. ചക്കമധുരവുമായി കുടുംബശ്രീ. ഭാരതാംബ ചിത്ര വിവാദം ആളിക്കത്തി. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനിൽ എത്തി നിൽക്കുകയാണ്. രജിസ്ട്രാറുടെ നടപടി അച്ചടക്ക ലംഘനമെന്നും ഗവർണറോട് അനാദരവ് കാട്ടിയെന്നുമാണ് VC പറയുന്നത്. സസ്പെൻഷൻ നിയമപരമായി നേരിടുമെന്ന് രജിസ്ട്രാറും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുകയാണ്. VC മോഹനൻ കുന്നുമ്മൽ അധികാര ദുർവിനിയോഗം നടത്തുന്നുവെന്നും RSSനോട് കൂറ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയെന്നുമാണ് മന്ത്രി R ബിന്ദു വിമർശനമുന്നയിച്ചത്. ജൂൺ 25-ന് സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാർ പരിപാടിക്ക് അനുമതി റദ്ദാക്കിയിരുന്നു. രജിസ്ട്രാറുടെ പെരുമാറ്റം ഗവർണറോടുള്ള അനാദരവും ഗവർണർ വേദിയിലിരിക്കുമ്പോഴും ഹാളിനുള്ള അനുമതി റദ്ദാക്കിയത് ധിക്കാരമെന്നും VC മോഹനൻ കുന്നുമ്മൽ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. യൂണിവേഴ്സിറ്റി നിയമപ്രകാരമുള്ള VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സസ്പെൻഷൻ. എന്നാൽ താൻ ഗവർണറോട് അനാദരവ് കാട്ടിയിട്ടില്ലെന്നും സസ്പെൻഷൻ നിയമപരമായി നേരിടുമെന്നും രജിസ്ട്രാർ KS അനിൽകുമാർ വ്യക്തമാക്കി. നിയമപരമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് നിയമപരമായി തന്നെ 100% എൻ്റെ കാര്യത്തിൽ വിജയം ഉറപ്പാണ്. അക്കാര്യം
എൻ്റെ ഭാഗമാണ് ന്യായം. ഇത് ഇപ്പോൾ ഈ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതേസമയം മോഹനൻ കുന്നുമലിന്റെ നടപടിയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു രംഗത്ത് വന്നു. VC-ക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ലെന്നും അമിത അധികാരം കാട്ടുകയാണെന്നും RSS-നോടുള്ള ചായ്വ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് മോഹനൻ കുന്നുമലെന്നും മന്ത്രി വിമർശിച്ചു. VC-യുടെ സസ്പെൻഷൻ ഉത്തരവിന് കീറക്കടലാസിന്റെ വില പോലുമില്ലെന്ന ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും വിമർശിച്ചു. ഇതിനിടെ ഈ മാസം 8-ാം തീയതി വരെ അവധിക്ക് പോയ VC മോഹനൻ കുന്നുമലിന് പകരം കേരള സർവകലാശാലയുടെ താൽക്കാലിക VC-യായി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച ഇടത് സംഘടനകൾ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച SFIയും പിന്നീട് DYFIയും രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചുകളിലാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അത് ഇടതുപക്ഷം ഏറ്റെടുത്തതോടുകൂടി, ഇടതുപക്ഷ യുവജന സംഘടനകൾ ഏറ്റെടുത്തതോടുകൂടി വിഷയം കൂടുതൽ ആളിക്കത്തുകയല്ലേ? തീർച്ചയായിട്ടും ശ്രീജ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ സെനറ്റ് ഹാളിൽ പത്മനാഭ സേവാ സമിതി നടത്തിയ ഒരു പരിപാടിയിൽ ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അന്ന് തന്നെ SFI KSU പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി സർവകലാശാലയിലെത്തിയിരുന്നു. ഇന്ന് ഇത്തരത്തിൽ ഈ രജിസ്ട്രാർക്കെതിരെ, ഈ ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ചെന്ന പേരിൽ രജിസ്ട്രാർക്കെതിരെ ഈ VC നടപടിയെടുത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും പ്രതിഷേധവുമായി ഇടതു സംഘടനകൾ ഈ രാജ്ഭവൻ പരിസരത്തേക്ക് എത്തിയത്. SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും ഇത്തരത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇരുകൂട്ടരും പോലീസ് ബാരിക്കേഡ് വച്ച് ഇവിടെ വഴി തടഞ്ഞിരുന്നു. ആ ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവനിലേക്ക് കടക്കാൻ ശ്രമിച്ചത് വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. SFI പ്രവർത്തകർ ഏകദേശം എല്ലാവരും ഇത്തരത്തിൽ ബാരിക്കേഡ് മറികടന്ന് അകത്തെത്തിയത് വലിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ DYFI പ്രവർത്തകരും ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത്. പോലീസും DYFI പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിനാണ് ഇത് വഴിവെച്ചത്. അനേകം തവണ ഈ പ്രവർത്തകർക്കു നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇത്തരത്തിൽ ഈ പ്രതിഷേധ പരിപാടിയുമായി ഇവർ മുന്നോട്ട് തന്നെ പോകും. രജിസ്ട്രാർക്കെതിരെ അല്ലെങ്കിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതാർഹമല്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. അതേസമയം ABVP ഇത്തരത്തിൽ രജിസ്ട്രാറെ റദ്ദാക്കിയ സസ്പെൻഡ് ചെയ്ത നീക്കം സ്വാഗതം ചെയ്യുന്നു എന്ന് കാണിച്ച പത്രപ്രസ്താവനയൊക്കെ ഇറക്കിയിരുന്നു. എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് രാജ്ഭവനിലേക്ക് കൂടുതൽ പ്രതിഷേധവുമായി എത്തുമെന്ന് തന്നെയാണ് ഇടതു സംഘടനകൾ വ്യക്തമാക്കുന്നത്. ശ്രീജ. ശരി ദേവിക, എന്തായാലും രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇടത് സംഘടനകൾ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ദേവിക ചന്ദ്രൻ. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് അസാധാരണ സംഭവമെന്ന് SFI. ഗവർണർ ഭരണഘടനാ വിരുദ്ധമായാണ് പെരുമാറുന്നത്. ഗവർണറുടെ പ്രസ്താവനകൾ സംഘപരിവാർ പ്രസ്താവനകളായി അധപതിച്ചു. VC-ക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല എന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി, ഭരണഘടനാ തലവനായി സംസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ശക്തമായ കാവ്യവൽക്കരണത്തിനു വേണ്ടിയും ഭരണഘടനാ വിരുദ്ധവുമായാണ് കേരളത്തിൽ ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഓരോ ഏടും നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് രാജ്ഭവനെ RSSൻ്റെ കേന്ദ്രമാക്കുകയും രാജ്ഭവൻ പുറത്തിറക്കുന്ന ഓരോ പ്രസ്താവനകളും സംഘപരിവാർ ശാഖകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന പ്രസ്താവനകൾക്ക് തുല്യമായി അധപ്പതിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാറെ അന്യായമാണ് സസ്പെൻഡ് ചെയ്തതെന്ന് DYFIയും പ്രതികരിച്ചു. ക്യാമ്പസുകളെ RSS ശാഖയാക്കി മാറ്റാൻ അനുവദിക്കില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ച ഇല്ലാതാക്കാനാണ് ഗവർണറുടെ നീക്കമെന്നും DYFI പറഞ്ഞു. എന്ന് രജിസ്ട്രാർ തീരുമാനിക്കുന്നത്, അത് തീരുമാനിക്കാനുള്ള അവകാശം രജിസ്ട്രാർക്കുണ്ട്. ആ രജിസ്ട്രാറെ നിയമിക്കുന്നത് സർവകലാശാല സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റിനും ഈ ചാൻസലർ സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയിട്ടുള്ള അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള ഇടപെടലിനോട് യോജിപ്പില്ല. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെയും സർവകലാശാല അധികൃതരുടെയെല്ലാം തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വർഗീയമായിട്ടുള്ള പ്രചരണത്തിന് കേരള സർവകലാശാലയുടെ ആസ്ഥാനം അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന തീരുമാനം അവരെടുത്തത്. അത്
മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ തള്ളി CPM-ഉം മന്ത്രിമാരും. വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മന്ത്രി വീണ ജോർജ് തയ്യാറായില്ല. അതേസമയം ഹാരിസിനെ പിന്തുണച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഡോക്ടർമാരുടെ സംഘടനയും രംഗത്തെത്തി. സംഭവിച്ച കാര്യങ്ങളും പരിഹാരങ്ങളും വിദഗ്ധ സമിതിക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഡോക്ടർ ഹാരിസും പറഞ്ഞു. ഡോക്ടർ ഹാരിസ് അർപ്പണബോധത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും ഇയാളുടെ വെളിപ്പെടുത്തൽ ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. ഇതിന് പിന്നാലെയാണ് CPM മന്ത്രിമാരും നേതാക്കളും ഹാരിസിനെതിരെ രംഗത്തെത്തിയത്. ഹാരിസിന്റെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതിന് തുല്യമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ അല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത്. അല്ല, പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും. അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും. നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാവും. ആ ഉണ്ടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഉടനെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു, പരിഹരിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ കാര്യം. ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ചതല്ലെന്ന് മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. ദേശാഭിമാനിയും ഹാരിസിന്റെ മുഖപ്രസംഗത്തിൽ വിമർശിച്ചു. ഹാരിസിൻ്റേത് തിരുത്തലല്ല തകർക്കലാണെന്നാണ് ദേശാഭിമാനിയുടെ വിമർശനം. ഹാരിസ് ഉന്നയിക്കപ്പെട്ട പ്രശ്നം പരിഹരിച്ചെങ്കിലും പൊതുജനാരോഗ്യ മേഖലയെ തകർക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും ദേശാഭിമാനി കുറ്റപ്പെടുത്തി. എന്നാൽ ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് തയ്യാറായില്ല. അതേസമയം ഹാരിസിനെ പിന്തുണച്ച് CPI-യും BJP-യും ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA-യും രംഗത്തെത്തി. ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ കുനിഷ്ടുള്ളതായി തോന്നുന്നില്ലെന്നും സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന കാര്യം സർക്കാർ പരിശോധിക്കട്ടെ എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സത്യം പറഞ്ഞ ഡോക്ടറെ സർക്കാർ വിമർശിക്കുകയാണെന്നും തെറ്റുപറ്റിയെന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സമ്മതിക്കുകയാണ് വേണ്ടതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ അതിനെ ചെറുക്കുമെന്ന് KGM-CTA-യും വ്യക്തമാക്കി. അതേസമയം താൻ നടത്തിയത് പ്രൊഫഷണൽ സൂയിസൈഡാണെന്നും തൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പേരിൽ സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകരുതെന്നും അത് തൻ്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കുമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. മന്ത്രിയെയും മന്ത്രിസഭയെയും താൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നറിയാമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പ്രതികരിച്ചു. ഇതിൻ്റെ എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കപ്പെട്ടു, എല്ലാ രീതികളിലും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിലേക്ക് പോയത്. അതിന് ശിക്ഷാ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട്. ഇതുപോലത്തെ ഉപകരണങ്ങളുടെ ക്ഷാമം പലതും ഉണ്ട് നിലവിൽ. അത് ഞാൻ അന്ന് വിദഗ്ധ സമിതിയോട് അതിൻ്റെ എല്ലാ തെളിവുകളോടെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അവരതിനെ കുറച്ച് പ്രതിവിധികളും അന്ന് സജസ്റ്റ് ചെയ്തു ഞാൻ തന്നെ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. DME നാളെ ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും. വിവരങ്ങളുമായി അൺഫിൽ ഡിസൂസ ചേരുകയാണ്. അൺഫിൽട്ട്, ഒടുവിലത്തെ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണമാണ്. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി തനിക്കെതിരെ എന്തായാലും പ്രതികരണം, പലതരത്തിലുള്ള പ്രതികരണങ്ങളിൽ നിന്ന് അദ്ദേഹം ആ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടം പകുതി മാത്രമേ ഫലം കണ്ടിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അത് പൂർണ്ണമാകണമെങ്കിൽ അത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് ഈ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീജ, തീർച്ചയായും ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വിവാദം, അതായത് അദ്ദേഹത്തിന് വെളിപ്പെടുത്തൽ വലിയ രീതിയിലുള്ള കോളിളക്കമാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഉണ്ടായ പ്രതിഷേധങ്ങൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മെഡിക്കൽ കോളേജുകൾക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇതേക്കുറിച്ച് വിശദമായ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായി 4 അംഗ വിദഗ്ധ സമിതിയാണ് തീരുമാനിച്ചത്. ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ആശുപത്രിയിലെ സൂപ്രണ്ടുമാർ, വിവിധ വകുപ്പുകളിലെ മേധാവിമാർ ഉൾപ്പെടെയുള്ള സംഘമാണ്, 4 അംഗ സംഘമാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ സംഘമൊക്കെ തന്നെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പ് മേധാവിമാരുമായി വിശദമായി മൊഴിയെടുത്തു. അതിനുശേഷമാണ് ഹാരിസിൻ്റെ ഉൾപ്പെടെയുള്ള മൊഴിയെടുത്തതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ്. ഈ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഈ റിപ്പോർട്ട് നാളെ ഔദ്യോഗികമായി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൈമാറുക. ഈ റിപ്പോർട്ട് ഏറെക്കുറെ പ്രാധാന്യമുള്ള റിപ്പോർട്ട് തന്നെയാണ്. എന്തായിരുന്നു, അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താനുള്ള സാഹചര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞതുപോലെ അവിടെ കൃത്യമായി തന്നെ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്. ആ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം സർജറികൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ തന്നെ കൃത്യമായി അന്വേഷിച്ച് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്.
അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഹാരിസിനെ തള്ളിയാണ് അവർ മൊഴി നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഈ വിശദമായ അന്വേഷണ റിപ്പോർട്ടിൽ എന്താകും ഉണ്ടാവുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഈ ഹാരിസിനെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടാകുന്നത്. സർക്കാർ ഒരു പാർട്ടിയും ഒക്കെ തന്നെ ഒന്നടങ്കം ഈ ഡോക്ടറെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്ത് തന്നെ ഉണ്ടായാലും അതിനൊരു തുടർ നടപടി എന്തായിരിക്കും? മാത്രമല്ല സർക്കാരും മന്ത്രിമാരും ഒക്കെ ആക്രമിച്ചതിന് ശേഷം ഇപ്പോൾ ആരോഗ്യമന്ത്രി പോലും മൗനം പാലിക്കുന്ന ഒരു നടപടി തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ച് വിദഗ്ധ സംഘം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നാളെ ആ റിപ്പോർട്ട് ഔദ്യോഗികമായി മന്ത്രിയുടെ കയ്യിലെത്തുമ്പോൾ എന്തായിരിക്കും ഒരു തുടർ നടപടി എന്നതും വലിയ ഗൗരവമാണ്, വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്തായാലും റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെക്കുറിച്ച് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. ആ ഉള്ളടക്കം എന്ത് തന്നെയായാലും ആ റിപ്പോർട്ടിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ആ തുടർ നടപടി ഇനി എന്ത് രീതിയിലായിരിക്കും, പ്രത്യേകിച്ച് സർക്കാർ ഒന്നടങ്കം ഹാരിസിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ? തീർച്ചയായും അൻഫിൽ, ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. നാളെ അത് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. എന്തായാലും തുടർ നടപടി എന്താകും എന്നുള്ളത് തന്നെയാണ് അൻഫിലിട്ട് സൂചിപ്പിച്ചതുപോലെ ഏവരും ഉറ്റുനോക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിഷയത്തിൽ എം.വി. ഗോവിന്ദന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണത്തിന് ഭീഷണിയുടെ സ്വരമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എല്ലാവരും സംസാരിക്കുന്നത് പരസ്പര വിരുദ്ധം. ഇനി ആരും തുറന്നു പറയാതിരിക്കാനാണ് ഭയപ്പെടുത്തുന്നതെന്നും വി.ഡി. സതീശൻ വിമർശിച്ചു. വിരുദ്ധമായിട്ടാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത്, പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. അത് സത്യം തുറന്നു പറഞ്ഞവരെ ഭയപ്പെടുത്തരുത്. ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്, മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട്, എം.വി. ഗോവിന്ദൻ്റെ വർത്തമാനത്തിലുമുണ്ട്. അത് വേണ്ട, അത് ശരിയല്ല. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളതല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതിനേക്കാൾ ദയനീയമാണ്. ആലപ്പുഴയിലും കോഴിക്കോടുമൊക്കെ ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയാണ്. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ജനജീവിതത്തെ ബാധിക്കുന്ന തലത്തിലേക്ക് മാറിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ഗുരുതര വീഴ്ചയാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പുറത്തു കൊണ്ടുവന്നത് കേരളത്തിന്റെ പൊതു അവസ്ഥയാണ്. അദ്ദേഹത്തെ ശാസിച്ച് വരുതിയിൽ നിർത്താനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ ചികിത്സാ ചെലവ് വളരെ ഭാരിച്ചതാണ്. അത് താങ്ങാൻ കഴിയാത്ത സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് ഗവൺമെൻറ് ആശുപത്രികളിൽ ശരണം തേടുന്നത്. അവർ ഇന്ന് ഗത്യന്തരമില്ലാതെ അവർ വലിയ പ്രതിസന്ധിയിലാണ്. അവരിൽ നിന്ന് പിരിവെടുത്ത് ആവശ്യമായ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങേണ്ട ഒരു ദുരവസ്ഥയാണ് ഈ ഡോക്ടർ ഹാരിസ് കേരളത്തിൻ്റെ പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതെങ്കിൽ അത് ഉൾക്കൊണ്ട് അത് അംഗീകരിച്ച് അത് തിരുത്തുന്നതിന് പകരം അദ്ദേഹത്തെ തിരുത്താനും അദ്ദേഹത്തെ ശാസിച്ച് വരുതിയിൽ നിർത്താനുമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതിനാൽ രോഗികൾ കടുത്ത ദുരിതത്തിൽ. ഒരു MRI സ്കാനിംഗ് മെഷീൻ മാത്രമാണ് നിലവിലുള്ളത്. തീപിടുത്തത്തിൽ കത്തിപ്പോയ ഉപകരണങ്ങൾ ഇതുവരെയും മാറ്റി സ്ഥാപിച്ചില്ല. അടിയന്തര സ്കാനിങ്ങിനൊഴികെ ആഴ്ചകളോളം കാത്തിരിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. ഒരു MRI സ്കാനിംഗ് മെഷീൻ കൊണ്ടാണ് പ്രതിദിനം 1000-ഓളം രോഗികൾക്ക് സ്കാനിംഗ് നടത്തുന്നത്. തീപിടുത്തത്തിൽ കത്തിനശിച്ച MRI സ്കാനിംഗ് മെഷീൻ, കാർഡിയോവാസ്കുലർ, ഗ്യാസ്ട്രോഎൻട്രോളജി എന്നിവ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ MRI സ്കാനിംഗ് മെഷീൻ കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 2ആയി. അടിയന്തരമല്ലാത്ത സ്കാനിങ്ങിന് 1.5 മാസമെങ്കിലും കാത്തിരിക്കണം. പരിശോധനാ ഫലത്തിന് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. എക്യുപ്മെൻറ്റ്സ് പലതും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ കാർഡിയോവാസ്കുലർ സർജറിൻ്റെ തിയേറ്റർ, ആ തിയേറ്ററിൽ ഒന്ന് ഇപ്പം പഴയ ബ്ലോക്കിനകത്ത് CH സെൻറ്റർ, അതായത് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ നിർമ്മിച്ചു കൊടുത്ത് 2014 ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമാണ് അവിടെ സർജറിയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. അതിന് മതിയാകാത്തത് കൊണ്ടാണ് PMSSYയിലേക്ക് ബ്ലോക്കിലേക്ക് സർജറി തിയേറ്റർ മാറ്റിയത്. ആ സർജറി തിയേറ്ററിന് അതിലുള്ള മുഴുവൻ ഉപകരണങ്ങളും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് കാത്തിരിക്കുന്നത് 200 പേരാണ്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 30-ലേറെ പേർ കാത്തിരിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിദിനം 6-7 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുമ്പോൾ കോഴിക്കോട് ഇത് 15 മുതൽ 18 വരെയാണ്. തിരുവനന്തപുരത്തേക്കാൾ രോഗാതുരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്തിപ്പോയവയ്ക്ക് പകരമായി പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ പോലും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മുഴച്ചു നിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പ് നിഷ്ക്രിയത്വം തുടരുകയാണ്.
ക്യാമറാമാൻ അമർജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ ഹൈക്കോടതി. ശനിയാഴ്ച ചിത്രം കണ്ടതിനു ശേഷം കേസ് പരിഗണിക്കും. നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. പാലാരിവട്ടത്തെ ലാൽ മീഡിയയിൽ സിനിമ പ്രദർശിപ്പിക്കും. സിനിമയ്ക്ക് ജാനകി എന്ന പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിന്റെ പിടിവാശിക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തുന്നതിനെതിരെയാണ് കോടതി ഈ സിനിമ ഒന്ന് കാണണം എന്ന ആവശ്യം ഇന്ന് ഉന്നയിച്ചത്. സെൻസർ ബോർഡ് വെട്ടിയ സിനിമയുടെ പേര് ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനാണ് ശനിയാഴ്ച സിനിമ കാണാമെന്ന് കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ജഡ്ജി എൻ നഗരേഷ് അറിയിച്ചത്. സിനിമ കാണണം എന്ന കഴിഞ്ഞ ഹിയറിംഗിലെ ആവശ്യം ജഡ്ജി തള്ളിയിരുന്നു. സിനിമ കാണേണ്ട ആവശ്യമില്ല, ജാനകി എന്ന പേര് എന്താണ് പ്രശ്നം എന്നാണ് കോടതി അന്ന് ചോദിച്ചിരുന്നത്. എങ്കിലും ഈ സിനിമയിൽ ജാനകി എന്ന പേര് ഏതെങ്കിലും മതസ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയാൻ സിനിമ തന്നെ നേരിട്ട് കാണണം എന്ന ആവശ്യമാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി സിനിമ കാണാമെന്ന് സമ്മതിച്ചു. സെൻസർ ബോർഡിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അഭിനവ് ചന്ദ്രചൂഡ് സിനിമ മുംബൈയിൽ വെച്ച് കാണണം എന്ന ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. എന്നാൽ കൊച്ചിയിൽ വന്ന് സിനിമ കാണണമെന്ന് കോടതി മറുപടി നൽകി. സിനിമ സ്റ്റുഡിയോയിൽ കാണാൻ സൗകര്യമൊരുക്കാമെന്ന് നിർമ്മാതാക്കളും കോടതി അറിയിച്ചു. പാലാരിവട്ടത്തെ ലാൽ മീഡിയയിൽ ശനിയാഴ്ച 10 മണിക്ക് സിനിമ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം. എന്തുകൊണ്ടാണ് ജാനകി എന്ന പേര് മാറ്റാൻ ആവശ്യപ്പെട്ടതെന്നും കൃത്യമായ മറുപടി വേണമെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കേന്ദ്ര സെൻസർ ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ മറുപടി നൽകാൻ സെൻസർ ബോർഡിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഹർജിക്കാർ തന്നെ സിനിമ കാണണമെന്ന് ഹൈക്കോടതിയോട് വീണ്ടും ആവശ്യപ്പെട്ടത്. ശനിയാഴ്ച ഹൈക്കോടതി സിനിമ കാണും. എന്നിട്ട് ഹൈക്കോടതി ഈ ഹർജിയിൽ തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, കൊച്ചി. ഹൈക്കോടതി സിനിമ കാണാനെടുത്ത തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായൺ. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ഒരുപാട് കലാകാരന്മാരുടെ അധ്വാനമാണ് സിനിമയെന്നും ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഏക ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം. അതുപോലെ തന്നെ കോടതി ഇന്ന് ഒരു വിധി പറഞ്ഞിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോടതി സിനിമ കണ്ടതിന് ശേഷം ബുധനാഴ്ച ഒരു തീരുമാനമെടുക്കും. അപ്പം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. വളരെ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം. കാരണം ഇത് ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കൂടാതെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ സിനിമയിൽ ഇറങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബുധനാഴ്ച പോലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്യാൻ സാധ്യമായ കാര്യമല്ല. കാരണം ഇത്രയേറെ തിയേറ്ററുകൾ, നമ്മൾ ക്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊവൈഡേഴ്സും കണ്ടൻറ്റ് ലോഡ് ചെയ്യുക. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു 17-ാം തീയതി റിലീസിങ് സാധ്യമാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. വിസ്മയ കേസിൽ പ്രതി കിരൺ കുമാറിന് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ഹർജി കോടതി അംഗീകരിച്ചു. ഹൈക്കോടതി അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ ശിക്ഷാവിധി മരവിപ്പിക്കണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം നിലമേൽ സ്വദേശിനി വിസ്മയ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത കേസിലാണ് ഭർത്താവ് കിരൺ കുമാറിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. തനിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ കിരൺ കുമാറിന്റെ വാദം. തനിക്കെതിരെ തെളിവില്ലെന്നും മാധ്യമ വിചാരണയുടെ ഇരയാണ് താനെന്നും കിരൺകുമാർ വാദിച്ചു. ഈ ഹർജിയിൽ ഇതുവരെ തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി കിരൺകുമാറിന് ജാമ്യം നൽകിയത്. 2021 ജൂൺ 21-നാണ് കൊല്ലം പോരുവഴിയിലെ ഭർത്തൃവീട്ടിൽ വിസ്മയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനമായി നൽകിയ കാറിൽ തൃപ്തനല്ലായിരുന്നുവെന്നും വാഗ്ദാനം ചെയ്ത സ്വർണം ലഭിക്കാതിരുന്നതുമാണ് കിരൺകുമാറിനെ പ്രകോപിതനാക്കിയത്. വിസ്മയെ ഇതിന്റെ പേരിൽ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 4 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി കിരൺകുമാർ കുറ്റക്കാരനെന്ന് കണ്ടെത്തി 10 വർഷം തടവും 12 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചത്. ഇതിനെതിരെയാണ് കിരൺകുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഹർജിയിൽ തീരുമാനം വൈകുന്ന സാഹചര്യത്തിലാണ് തന്റെ ശിക്ഷ മരവിപ്പിച്ച് ശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം കിരൺകുമാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. കേസിൽ പരോളിലാണ് നിലവിൽ കിരൺകുമാർ. ന്യൂസ് ഡെസ്ക്, അമൃത TV.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 10 വർഷത്തിനിടയിലെ ദൈർഘ്യമേറിയ വിദേശ പര്യടനത്തിന് തുടക്കമായി. 8 ദിവസത്തെ പര്യടനത്തിൽ 5 രാജ്യങ്ങൾ സന്ദർശിക്കും. ഘാനയിലേക്കാണ് ആദ്യ സന്ദർശനം. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത്. ഘാനയിലെ അക്രയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ജോൺ ദ്രാമനി മഹാമയുമായി ചർച്ച നടത്തും. നാളെ ഘാനയിലെ ഇന്ത്യൻ സമൂഹവുമായും ചർച്ച നടത്തും. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വിവിധ ധാരണാപത്രങ്ങളിലും ഒപ്പിടും. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിനെതിരെ ഈ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണയും ലക്ഷ്യമിടുന്നു. ഡാർക്ക് വെബ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയായ കെറ്റാമെലോൺ മുഖ്യ സൂത്രധാരൻ എഡിസൺ രാജ്യവ്യാപകമായി ബന്ധമുള്ള ലഹരിക്കച്ചവടക്കാരനെന്ന നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. അറസ്റ്റിലായ എഡിസനെയും സുഹൃത്ത് അരുൺ തോമസിനെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ബന്ധമുള്ള മയക്കുമരുന്ന് ശൃംഖലകളെ തകർത്ത NCB പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിലൂടെ അഭിനന്ദിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ ഫോഡോ ആണവ നിലയത്തിന് ഭീമമായ നാശനഷ്ടമുണ്ടായി എന്ന് ഇറാൻ. തകർച്ചയുടെ കണക്കെടുപ്പ് നടക്കുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരണം അവസാനിപ്പിക്കുന്നുവെന്ന് ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു. ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര സമിതി അപലപിക്കുകയും നടപടിയെടുക്കുകയും ചെയ്തില്ല എന്നാരോപിച്ചാണ് നടപടി. ഇതനുസരിച്ച് ഇറാന്റെ ആണവ നിലയങ്ങളിൽ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് അനുമതി വേണ്ടിവരും. ഇറാന്റെ ആണവ പദ്ധതി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന വിവരം പുറം ലോകത്തിന് ലഭിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനയിലൂടെയായിരുന്നു. ഇറാനെ അനുനയിപ്പിക്കാൻ ചർച്ചകൾ നടക്കുകയാണ്. ഗാസയിൽ വെടിനിർത്തൽ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അതിനിടെ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി. വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അംഗീകരിക്കുന്നതാണ് നല്ലതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. യുദ്ധം തുടർന്നാൽ സ്ഥിതി രൂക്ഷമാകും. ഗാസയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യം. സമാധാനത്തിനായി പ്രയത്നിച്ച ഖത്തറും ഈജിപ്തും കരാർ സംബന്ധിച്ച അന്തിമ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുമെന്നും ട്രംപ് ദ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. തിങ്കളാഴ്ച വൈറ്റ് ഹൌസിലാണ് നിർണായക കൂടിക്കാഴ്ച. ഇതിനു മുന്നോടിയായി ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയുടെ യോഗം ശനിയാഴ്ച ചേരും. ട്രംപ് ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം ഇത് 3ാം തവണയാണ് നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നത്. ഹമാസുമായുള്ള ബന്ദിക്കൈമാറ്റത്തിലും ഇസ്രായേൽ ധാരണയിലെത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 100ലേറെ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഭക്ഷണം കാത്തുനിന്ന ആൾക്കൂട്ടത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ മാത്രം 24 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ പട്ടിണി മരണം വിതയ്ക്കുകയാണെന്ന് UN വ്യക്തമാക്കി. വെടിനിർത്തൽ ചർച്ചയ്ക്കിടയിലും ഗാസയിൽ ഇസ്രായേലിന്റെ ക്രൂരത തുടരുകയാണ്. അതിനിടെ ഇസ്രായേലിലേക്ക് യമനിൽ നിന്ന് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി. എന്നാൽ അയൺ ഡോം വ്യോമപ്രതിരോധ സംവിധാനം മിസൈലുകൾ തടുത്തുവെന്നും നാശനഷ്ടങ്ങളോ പരിക്കുകളോ ഇല്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ വ്യോമാതിർത്തി അടച്ചു. കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഗാസയിലെ പലസ്തീനികളെ പിന്തുണച്ചാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത്. യമന് നേരെ B-2 ബോംബർ വിമാനങ്ങൾ അയക്കേണ്ടി വരുമെന്ന് ഇസ്രായേലിലെ US അംബാസിഡർ മൈക്ക് ഹക്കാബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാതയോരത്ത് കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി. പ്രദേശത്ത് CCTV ക്യാമറകൾ അടക്കമുണ്ടായിട്ടും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. രാത്രിയിൽ ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറിയെ ആദ്യം പിന്തുടരുന്നത് ആംബുലൻസ് ഡ്രൈവറാണ്. 3 കിലോമീറ്ററോളം ടാങ്കർ ലോറിയെ പിന്തുടർന്ന ആംബുലൻസ് ഡ്രൈവർ നമ്പർ സഹിതം ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നീട് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രകൃതി മനോഹരമായ പെരുമ്പുഴ പ്രദേശം ഇന്ന് മലിനമയമാണ്. സാധാരണ മാലിന്യങ്ങൾക്ക് പുറമെ ശുചിമുറി മാലിന്യങ്ങൾ കൂടി പ്രദേശത്ത് തള്ളാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. നമ്മുടെ പോലീസ് അധികാരികളും ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാണ്. ഇവിടെ ക്യാമറയുണ്ട്, പല പല സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും ഒരാളും ചെവി കൊള്ളുന്നില്ല, ആരും കാണുന്നില്ല. അങ്ങനെ അവർ എന്താ ഇപ്പോൾ അവരുടെ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് കൊണ്ടുവന്ന് തള്ളുന്നുണ്ട് കക്കൂസ് മാലിന്യം. വളരെയധികം കച്ചറ മണവും വല്ലാത്തൊരു ഇതാണ് അവസ്ഥയാണ് ഇതിൽ നമുക്ക് സഞ്ചരിക്കാൻ. അവിടെ പോലുള്ള ഒരു വ്യക്തി വിചാരിച്ച ഒന്നും നടക്കില്ല. അതായത് അവർ നമ്മളെ ഗുണ്ടായിസണം അവരിൽ 4 ആൾക്കാരൊക്കെ വണ്ടിയിലുണ്ടാവും. അല്ലെങ്കിൽ അവരെ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ ബൈക്കുമ്പോൾ വരുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ആരും
നമുക്ക് അവരെ എതിർക്കാൻ പറ്റില്ല. പുലർച്ചെയുള്ള സമയങ്ങളിലാണ് ശുചിമുറി മാലിന്യമായി ടാങ്കർ ലോറികൾ പ്രദേശത്തെത്തുന്നത്. പിന്നീട് പാടശേഖരത്തിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നു. പാടശേഖരത്തിന് സമീപം ചെടികൾ വളർന്നു നിൽക്കുന്നതിനാൽ വഴിയിൽ പോകുന്നവർ റോഡിന് ചേർന്നുള്ള ഈ ഗർത്തം കാണുന്നില്ല. ഇവിടെയാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. നാട്ടുകാരടക്കം പലരും ഇത് കാണുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്ന പരാതിയുണ്ട്. അരിമ്പൂർ മനക്കൊടി പ്രദേശത്ത് മാലിന്യം തട്ടാനായി 2 ലോറികൾ വന്ന സമയത്ത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി ലോറികൾ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ ഒരു ലോറിയാണ് പെരുമ്പുഴപ്പാടത്ത് ശുചിമുറി മാലിന്യങ്ങൾ തട്ടിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ഇതിനു പുറകിൽ സംഘങ്ങളുണ്ടെന്നും പരാതിയുണ്ട്. മാലിന്യം തട്ടുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതർക്കും പറയാനുള്ളത്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കാൻ പഞ്ചായത്തുകൾ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തിക്കാത്തതിനാൽ വേറെ ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തും മള്ളൂർ ഗ്രാമപഞ്ചായത്താണ് ഈ പെരുമ്പുഴ പാതയോരത്തിൻ്റെ 2 പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ മള്ളൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാപകമായിട്ട് പുലർച്ചെ കാലങ്ങളിൽ ഇവിടെ വണ്ടികളിൽ കൊണ്ടുവന്ന് ശുചിമുറി മാലിന്യം തള്ളുന്നത് പഞ്ചായത്തിന് തീരെ ഒരു തലവേദന ഉണ്ടാക്കുന്നതിലേക്ക് വന്നിട്ടുണ്ട്. മള്ളൂർ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായിട്ട് ഇതിനിപ്പോൾ ഇവിടെ ക്യാമറ വയ്ക്കേണ്ട പദ്ധതിക്ക് കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ ഭരണസമിതി യോഗത്തിൽ ഇതിൽ അംഗീകാരം കൊടുത്തു. പെരുമ്പുഴ പാതയോരത്ത് നമ്മൾ 3 ക്യാമറകൾ അടിയന്തര ഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ഈ 2ാം പാലത്തിൻ്റെ അറ്റം വരെയുള്ള സ്ഥലത്ത് നമ്മൾ വെക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അധികാരികൾ കൂടുതൽ കൺതുറന്ന് പ്രവർത്തിക്കണമെന്നും കൂടിയാണ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യം. കാരണം ഇത് തട്ടുന്നത് വ്യാപകമായിട്ട് വൈകുന്നേരങ്ങളിൽ ഒരേ സമയത്താണ്, ഏകദേശം ഒരു 1:30 മുതൽ 3 മണി വരെ. ആ സമയങ്ങളിൽ ഈ പ്രദേശത്ത് പെട്രോളിങ് നടക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്ന വ്യാപകമായിട്ടുള്ള പരാതിയുണ്ട്. അപ്പോൾ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പോലീസിൻ്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നും അതിൽ കൃത്യമായി നടപടിയെടുക്കണമെന്നും കൂടി ആവശ്യപ്പെടുകയാണ്. നടപടി ഉണ്ടാവാത്താണ് പ്രശ്നം. അവർ കുറച്ചും കൂടി ശ്രദ്ധിക്കണമെങ്കിൽ എത്ര വരാൻ സാധ്യതയില്ല. ഇതിപ്പോൾ ആ സ്പേസ് ഉണ്ടല്ലോ, 2 പോസ്റ്റിൻ്റെ സ്പേസിൽ കൊണ്ട് തട്ടുന്നത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. പക്ഷേ അവിടുത്തെ അതിൽ കാണാൻ അങ്ങനെ ഒഴിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങൾ സ്മെല്ല് കാണാം, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.